കുടുംബജീവിതം പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ വിവാഹം പരാജയപ്പെട്ടാൽ ജീവിതം പരാജയപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യങ്ങളും എന്താണെന്നറിയോ, തൽക്കാലം ഏതെങ്കിലും ഒരു രംഗം വിജയകരമാകാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതവിടെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊരു ജോലി ഇല്ലയെന്ന് വിചാരിച്ചോളൂ, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകും. ആരോഗ്യപരമായൊരു പ്രശ്നം ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, ആ രോഗം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അതങ്ങനെ നിലനിൽക്കെ തന്നെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകും. ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് തൽക്കാലം മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്നേഹസമ്പൂർണമായിട്ടുള്ള ഒരു ദാമ്പത്യത്തിലല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കുന്നുണ്ടായിരിക്കും, അതാർക്കോ വേണ്ടിയുള്ള ഒരു ജീവിതം മാത്രമേ ഇനി പറയാൻ പറ്റൂ. അപ്പോൾ വിവാഹം പരാജയപ്പെട്ടു പറഞ്ഞാൽ ജീവിതം പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. യാതൊരു സംശയവും കാര്യത്തിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന ഏറ്റവും അധികം സങ്കടം പരാജയപ്പെട്ട ദാമ്പത്യത്തിൻ്റെ സങ്കടങ്ങളാണ്. അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താണ്, കച്ചവടങ്ങൾ പരാജയപ്പെട്ടതിനെ പറ്റി ആളുകൾക്ക് വിഷമം നമ്മോട് പറഞ്ഞൂടെ? വളരെ അപൂർവം ആളുകളെ പറയുന്നുള്ളൂ. എല്ലാ ആളുകളും പറയുന്നത് കുടുംബ പരാജയങ്ങളെക്കുറിച്ചാണ്. മാത്രമല്ല, മാനസികമായിട്ട് മനസ്സിൽ വിഷാദവും ഡിപ്രഷനും ഒക്കെ വന്ന ആളുകളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിലാണ് അവർക്ക് മനോനില തെറ്റിക്കിടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു വാശി നിങ്ങൾക്ക് വേണം. എന്ത്? എൻ്റെ ദാമ്പത്യം, എൻ്റെ വിവാഹം ഞാൻ വിജയിപ്പിച്ചെടുക്കുമെന്ന ഒരു വളരെ ശക്തമായ ഒരു തീരുമാനം നമുക്ക് വേണം. കാരണം അത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. രണ്ടു കാര്യം ഏറ്റവും പ്രധാനമായി ഞാൻ ഒന്ന് പറയാം. ഒന്നാമത്തെ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് ജീവിതത്തിൽ ഭക്ഷണം, വായു ഇതൊക്കെ എത്ര അനിവാര്യമാണോ അത്ര അനിവാര്യമാണ് സെക്സ് എന്നുള്ളത്. അത്രമാത്രം അനിവാര്യമായതാണ് ലൈംഗികത. അത് സ്ത്രീക്കായാലും പുരുഷനായാലും അത് വേണം. പക്ഷെ നമ്മൾ പറയാൻ ലജ്ജിക്കുന്നത് കൊണ്ട് പലപ്പോഴും അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ സ്വകാര്യമായ ഒരു ദുഃഖം മാത്രമാണ്. സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ കേവലം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള ബന്ധമാണെന്ന് നിങ്ങളതിനെ ചെറുതാക്കി മനസ്സിലാക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിലും അസ്വസ്ഥതകളിലും എല്ലാം നമ്മൾ ആസ്വദിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സെക്സാണ്. അതാർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ വെച്ചാൽ വിവാഹിതർക്ക് മാത്രം ഇസ്ലാമിൽ സാധ്യമാകുന്ന ഒന്നാണ്. ഈ സെക്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും, അത് സ്വന്തം ഭാര്യയല്ലാത്ത അല്ലെങ്കിൽ ഭർത്താവല്ലാത്ത വിധേനം എന്ത് ചെയ്താലും അതൊക്കെ നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും, നമ്മുടെ പരലോകത്തെയും പ്രതികൂലമായി ബാധിക്കും. നിങ്ങൾ വെറുതെ ഫോൺ എടുത്ത് ഒരു ദീർഘസമയം വെറുതെ എന്താ നോക്കണമെന്ന് അറിയാതെ, ഒരു ലക്ഷ്യമില്ലാതെ, വാട്സപ്പാണോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫർ ചെയ്യാനാണോ യൂട്യൂബാണോ ഒന്നും നോക്കാതെ വെറുതെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ സ്ഥിരം നോക്കുന്നത് ഫേസ്ബുക്ക് ആവാം അല്ലെങ്കിൽ യൂട്യൂബ് ആകാം. ഇതിൽ നിങ്ങൾ കയറുമ്പോൾ ഇതിങ്ങനെ മറിച്ച് 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 പോകുമ്പോൾ, അശ്രദ്ധമായി മറിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ ആസ്വദിക്കുന്നത് അവിഹിതങ്ങളായിരിക്കും. നിങ്ങൾ എത്ര നിയന്ത്രിച്ചാലും, നിങ്ങളുടെ ഫോൺ എത്ര തന്നെ നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാലും, പരസ്യങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ വഴിതെറ്റിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് പറയുന്ന ഒരാൾ പോലും വെറുതെ ഫോണിൽ അറിയാതെ ഇത് ആസ്വദിച്ചു കൊണ്ടിരിക്കും എന്നതാണ് വസ്തുത. അപ്പം അത്രമാത്രം ഈ സെക്സ് അവിഹിതങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒരവസ്ഥ അശ്രദ്ധമായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പം എന്താണ് ഇത് ഇത്രമാത്രം ആകർഷണീയമായി തീരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് കേവലം ഒരു ശാരീരിക പ്രവൃത്തി മാത്രം. നമ്മുടെ മനസ്സിൻ്റെ ഒരു ആശ്വാസം, സമാധാനം എന്നുള്ളത് സെക്സിനോട് കണക്റ്റഡാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു സ്ത്രീയിലൂടെ അല്ലാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പുരുഷനിലൂടെ അല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സമാധാനം കിട്ടൂല. നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ആ സമാധാനം കിട്ടണമെങ്കിൽ അതൊരു പുരുഷന് സ്ത്രീയിലൂടെ കിട്ടുള്ളൂ, ഒരു സ്ത്രീക്ക് പുരുഷനിലൂടെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിലൂടെ അത് കിട്ടുന്നില്ലെങ്കിൽ, കിട്ടുക എന്ന് പറഞ്ഞാൽ നിരന്തരമായതാണ്. നിങ്ങൾ പുറത്തു പോയാലും എവിടെ പോയാലും ആ ഭാര്യയൊക്കെ നിങ്ങളുടെ മനസ്സിൽ, അവളോട് തമാശ പറയും, അവളോട് ചാറ്റ് ചെയ്യും, അവളോട് സംസാരിക്കും, അവളെ കാണും. ഇത് ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് അവളിൽ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അതിന് വേറൊരു ഇടം കണ്ടെത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. വേറൊരു ഇടം കണ്ടെത്തുന്നുണ്ട്, ഒരു അവിഹിതം ഉണ്ടാകും.
അല്ലെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള സഹപ്രവർത്തകളായ സ്ത്രീകളുമായി നിരന്തരമായി സംസാരിക്കുന്നുണ്ടായിരിക്കും, അവരെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അവരുമായി ഒഴിഞ്ഞിരിക്കാൻ അവസരമുണ്ടാകും, അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാകും, അവരുമായി ചാറ്റ് ചെയ്യുന്നുണ്ടാകും. ഈ ഒരു പരിപാടി ഒന്നുമില്ലാതെ ഒരു മനുഷ്യന് ജീവിതത്തെ റിലാക്സ് ചെയ്യാൻ കഴിയില്ല. ഇത് ഞാൻ എന്തെങ്കിലും വലിയ തത്വശാസ്ത്രം പറയാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അള്ളാഹു അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. അത് വേറൊരു വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിക്കാഹ് നടത്തുമ്പോൾ പറയുന്ന ഒരു കേവലം ഒരു ആയത്ത് മാത്രമല്ല, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയണം. ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. പരസ്പരം അവർക്ക് ഏറ്റവും നന്നായി ഇണങ്ങി ജീവിക്കത്തക്ക വിധത്തിൽ ഒരേ ഇനത്തിൽ നിന്ന് ഒരേ ജിൻസിൽ നിന്ന് അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ. ജീവിതത്തിൽ അതില്ലാതെ ഒന്നും നടക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫും തമ്മിലൊരു പിണക്കുണ്ടായാൽ നിങ്ങൾക്ക് ജോലി മര്യാദക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വീട്ടിലെ ഒരു സന്തോഷവും അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. കാരണം സമാധാനം എന്നത് പൂർണ്ണമായും ഒരു ആണ് പെണ്ണ് ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും എത്ര പ്രായം കുറഞ്ഞ ആളാണെങ്കിലും അവളിലൂടെ നിങ്ങൾക്ക് ആത്മസംതൃപ്തി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് വൃത്തികെട്ടൊരു സ്ത്രീയിലും എത്ര പ്രായമുള്ള സ്ത്രീയിലും ഏതൊരാളിലും ആ ഒരു ആത്മസംതൃപ്തി കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ചാരിതാർത്ഥ്യം അടയുകയും ചെയ്യും. ഇത് ഇന്നത്തെ കാലത്ത് ഞാനിത് പറയണത് എന്താ വെച്ചാൽ, അവിഹിതങ്ങളിൽ ഇന്നത്തെ പുതിയ ചർച്ച തന്നെ അതാണ്. ഒരു ഭാര്യയും വേണം, ഒരു കാമുകിയും വേണമെന്ന്, അല്ലെങ്കിൽ ഒരു കാമുകനും വേണം, ഒരു ഭർത്താവും വേണം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച. അത് എന്തുകൊണ്ടാ വെച്ചാൽ എല്ലാ ദാമ്പത്യങ്ങളും പരാജയപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ദാമ്പത്യത്തിൽ നിന്ന് കിട്ടേണ്ടത് അതിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് മിക്കവാറും ആളുകളൊക്കെ അതിൽ അവിഹിതങ്ങളുടെ വഴി തേടുന്നത് കൊണ്ടാണ് ഈ ചർച്ച ഇത്രയും നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള, എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഒന്നുമില്ല, അവളുടെ അനുജത്തിക്ക് ഒരു വിവാഹം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ വിവാഹം വന്ന് നിൽക്കുമ്പോൾ ആ ചെക്കൻ്റെ ഫോട്ടോ വാപ്പൻ്റെ വാട്സപ്പിലേക്ക് ആരോ അയച്ചിരുന്നു. അപ്പോൾ ഇവളെന്ത് ചോദിച്ചാൽ, ആ വിവാഹം നടക്കില്ലെന്ന് വന്നപ്പോൾ ഞാൻ ഫോട്ടോ വാപ്പൻ്റെ വാട്സപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ഇവൾ വാപ്പൻ്റെ ഫോൺ എടുത്താണ്. വാപ്പൻ്റെ ഫോൺ എടുത്തപ്പോൾ വാപ്പ എന്താ വെച്ചാൽ വാപ്പക്ക് പരിചയമുള്ള, ഇവർക്കും പരിചയമുള്ള ഒരു സ്ത്രീയുമായിട്ട് വീഡിയോ കോൾ ചെയ്തതിൻ്റെ ചില രംഗങ്ങൾ അവരുടെ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വാപ്പയെ അത്രയും വിശ്വാസമുള്ളതുകൊണ്ട് അവൾ ആ വീഡിയോ ഒന്ന് ഓണാക്കി നോക്കിയപ്പോൾ ഇവൾക്ക് നന്നായി പരിചയമുള്ള ഒരു സ്ത്രീ പൂർണ്ണമായും ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആ സ്ത്രീയും അദ്ദേഹവും തമ്മിലുള്ള ചാറ്റിംഗ് ആണ് കണ്ടത്. അപ്പോൾ ഈ പെൺകുട്ടിയാകെ, അവർ ചെറിയ കുട്ടിയാണ്, പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവളാകെ തളർന്നു പോയി. ജ്യേഷ്ഠത്തിയോട് വിവരം പറഞ്ഞു. ഉമ്മനെ അറിയിക്കാതെ, നാട്ടിലറിയാതെ എങ്ങനെ ഇത് പരിഹരിക്കും? ഒരിക്കലും വാപ്പനോടൊരു അവിഹിതത്തെക്കുറിച്ച് പറയാനുള്ള ധൈര്യം അവൾക്ക് ഒരിക്കലുമില്ല. അവൾക്കത് വിശ്വസിക്കാനും പറ്റുന്നില്ല. അവളാകെ തളർന്ന് കിടക്കണം. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ സംസാരിച്ചിട്ട് അയാളുടെ നമ്പർ വാങ്ങിയിട്ട് ഞാൻ അയാൾക്ക് വിളിച്ച് സംസാരിച്ചു. അയാൾ ഞെട്ടിപ്പോവാണ്. കാരണം അത്തരമൊരു ബന്ധം എനിക്കുണ്ട് എന്നത് അയാളുടെ മാത്രം സ്വകാര്യമാണ്. അതൊരിക്കലും വൈഫ് അറിയാതെ, മക്കളറിയാതെ, നാട്ടുകാരറിയാതെ അത്രയും സ്വകാര്യമായിട്ടാണ് അയാൾ കൊണ്ടുനടക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയേണ്ടതില്ല, ഒന്നുമില്ല. എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളുടെ തന്നെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാനൊരു നിർബന്ധിതനായി പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പം ഞാനിത് ഇവിടെ ഈ കുട്ടികൾ എന്നോട് ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, ഉപ്പ എങ്ങനെ അങ്ങനെ ആയി? ഉപ്പക്ക് അങ്ങനെ ആകാൻ പറ്റൂല കേട്ടോ എന്നാണ്. നമ്മളൊക്കെ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കണേ, പക്ഷെ നമുക്ക് അങ്ങനെ ആകാൻ പറ്റും. നമുക്ക് അങ്ങനെ ആകാൻ പറ്റും. യൂസുഫ് നബി പറഞ്ഞതല്ല അത് യൂസുഫ് നബിയെ വശീകരിക്കാൻ ശ്രമിച്ച സ്ത്രീ പറഞ്ഞ വചനമാണ്. എന്ത് അറിയോ? വമാ ഉപരി നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. അത് യൂസുഫ് നബി പറഞ്ഞതല്ല. യൂസുഫ് നബി അലൈഹി സ്വലാം പ്രവാചകനാണ്. അദ്ദേഹം പൂർണ്ണമായും ആ സുരക്ഷിതത്വം പാലിച്ചത് കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. യൂസുഫ് നബിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. യൂസുഫ് നബി വളരെ തഖ്വയോടുകൂടെ, അല്ലാഹ് നമുക്ക് യൂസുഫ് നബിനെ പറഞ്ഞു തരുന്നത് തന്നെ എന്തിനാ വെച്ചാൽ, എത്ര വലിയ സാഹചര്യം മുന്നിലുണ്ടെങ്കിലും ചെയ്യാതെക്കാൻ പറ്റുമെന്ന് പറയാനാണ്. പിന്നെ ഇങ്ങനെ ഈ ആയത്തൊക്കെ യൂസുഫ് നബിന്റെ പേര് പറയാം. യൂസുഫ് നബിന്റെ ചരിത്രം പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുലീനമതിയായ ഒരു പെണ്ണ് റൂമിന്റെ വാതിലടച്ച് വിളിച്ചാലും അവിടെ നിന്ന് കുതറി ഓടാൻ
ഈമാനുള്ള ഒരാൾക്ക് പറ്റുമെന്ന് പറയാനാണ് യൂസുഫ് നബി അലൈഹി ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് ഈ സ്ത്രീ പറയാണെന്ത്, അവരിതൊക്കെ കഴിഞ്ഞ് യൂസുഫ് നബി ഈ സമയത്ത് ജയിലിൽ നിന്ന് വന്നിട്ടില്ല, ജയിലിലാണ്. അപ്പൊ ഈ സ്ത്രീ പറയാണ്, ഒമാ ഉബരി നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തു ബിസു, ഞാൻ ഒഴിവാക്കി പറയണില്ല, ഇന്നത് ചിലതൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. തീർച്ചയായും മനസ്സ് അങ്ങനെയാണ് സുഹൃത്തുക്കളെ, എപ്പോഴും മനസ്സ് തെറ്റു ചെയ്യാൻ പറയാൻ. അതുകൊണ്ട് നമ്മൾ എത്ര നിസ്കരിച്ചാലും എത്ര നല്ല ആളായാലും ഒരവസരം കിട്ടുന്നിടത്ത് നമ്മുടെ മനസ്സ് നിരന്തരം നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം നമ്മളിൽ സംഭവിക്കും, അവസരം കിട്ടിയാൽ. അങ്ങനെ സംഭവിച്ചു പോകാതിരിക്കാനുള്ള ഏക പരിഹാരം ഒരു സെക്സിന്റെ പൂർണ്ണത അല്ലെങ്കിൽ സമാധാനത്തിന്റെ പൂർണ്ണത ഭാര്യയിലൂടെ നേടുക എന്നുള്ളതാണ്. അത് പ്രായപൂർത്തിയായ വേണം. ഞാൻ എപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത്? പണം കുറേ എക്സസ് ആയി, ഇനിയിപ്പോൾ എവിടെ ചിലവാക്കാന്ന് ആലോചിച്ചപ്പോൾ ഒരു പെണ്ണിട്ടാ വിചാരിച്ചു. അങ്ങനെ പെണ്ണിട്ട് അങ്ങനെ കുറേ ആൾക്കാർ അമ്മാണ്ട് ചില ആൾക്കാർ ചോദിച്ചാൽ ജോലി ഇട്ടിട്ട് കല്യാണം കഴിക്കാൻ. അപ്പോൾ ഓൻ എന്തിനാ കല്യാണം കഴിക്കാന്നുള്ളൊരു വഴിപാട്. വീട്ടുകാരൊക്കെ അങ്ങനെ പെണ്ണിട്ടോ ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയൊരു പരിപാടി. കല്യാണം കഴിക്കാൻ എപ്പോഴാണെങ്കിൽ നമ്മൾ പരമാവധി സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കഴിയാതെ ആകുകയാണ്. അതാണ് മനിസ്തതാമിൻകുമുൽ ബാഅത്ത എന്ന് പറഞ്ഞത്. ഞമ്മക്കിനി പറ്റൂല, വിവാഹം കഴിക്കാതെ ഞമ്മക്ക് അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റൂല. അതാണ് അഗല്ലുലിൽ ബസർ അഹ്സനുലിൽ ഫർജ്, അതിനാ കല്യാണം, അതിനാ വിവാഹം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം പാലിക്കാൻ വേണ്ടി, പരിശുദ്ധമായി ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ വിവാഹത്തിലൂടെ എന്താ നേടേണ്ടത്? കുട്ടികളുണ്ടാവും, നമ്മുടെ കുടുംബം പോവും, വീട്ടിലെ ജോലികളൊക്കെ അവൾ ചെയ്യും. പക്ഷെ അതൊന്നല്ല ആവശ്യം. ഒരു പെണ്ണിനെ എങ്ങനെ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുമോ അങ്ങനെ കൊണ്ടെടുക്കാൻ അറിയാന്നുള്ളതാണ് വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ അത് ആസ്വദിക്കാൻ അറിയണം, മനസ്സിലായി? ഏറ്റവും അധികം ഇന്നത്തെ പുരുഷന്മാരുടെ ഏറ്റവും വലിയ ദുർബലത എന്ന് പറഞ്ഞാൽ നല്ലൊരു പെൺകുട്ടിയെ തനിക്ക് വിട്ടു തന്നിട്ടും അവളെ എങ്ങനെ കൊണ്ടെടുക്കണം, അനുഭവിക്കണമെന്നറിയാത്ത ഹതഭാഗ്യരാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും. അത് ഞാൻ എത്ര വ്യക്തമായി പറയണമെന്ന് വെച്ചാൽ, നമ്മളെടുത്ത് വന്ന് 10-12 കൊല്ലമൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുന്നവരോട് പച്ചയായി നമ്മൾ ചോദിക്കും. കാരണം നിങ്ങൾക്കതിന് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്കതിന് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ, നമുക്ക് ജീവിതത്തിൽ അത്രയും ഇഷ്ടമുള്ള ഒരാളെ ഒരു നിമിഷം പോലും നമുക്ക് വിഷമത്തിൽ കാണാൻ കഴിയില്ല. അവക്കൊരു പ്രശ്നമുണ്ടായിട്ടത് പരിഹരിക്കാതെ കിടക്കാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. നമ്മൾ അറിയാതെ ചെയ്തു പോകും. ആരോ എഴുതിയ ഒരു തമാശ ഞാൻ വായിച്ചു. എന്താ പറയുക, ഭാര്യയ്ക്ക് അങ്ങാടിക്ക് പോകണമെങ്കിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ അവന് 100 വട്ടം ആലോചിക്കണം. എന്നാൽ അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു പെണ്ണിനെ വണ്ടി കയറ്റി കൊണ്ടുവരണമെങ്കിൽ ഓൾക്കും വേണ്ടി അവൻ കാത്തുക്കുന്നതാണ്. എന്താ വ്യത്യാസം എന്ന് ആലോചിച്ചു. ഒരു അന്യായ ഒരു പെണ്ണാണെങ്കിൽ അവളോട് സംസാരിക്കാനും വർത്തമാനം പറയാനും വണ്ടിമേ കയറ്റാനും നമ്മൾ മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഭാര്യയൊക്കെ അണിഞ്ഞൊരുങ്ങിയിട്ട് ഇന്നെന്താണ് അങ്ങാടിയിൽ ബസ് സ്റ്റോപ്പ് കിട്ടിയിരുന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു മടിയോടെ അലസതയോടെയാണ് ചെല്ലുക. എന്താ വ്യത്യാസം? രണ്ട് പെണ്ണല്ലേ. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ എന്ന നിലക്ക് അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും ആരെയാണ്? സഹപ്രവർത്തകയാണ്, അല്ലെങ്കിൽ അന്യ സ്ത്രീകളെയാണ്. നമ്മുടെ ഭാര്യയോട് ആ മനസ്സ് നമുക്കില്ല എങ്കിൽ നമുക്ക് അവളടുത്തേ ഇരിക്കാൻ പറ്റുള്ളൂ. അവളെ നമ്മൾ കാത്തിരുന്നിട്ട് നമ്മൾ ഉറങ്ങുള്ളൂ. അവളെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. എന്ത് കിട്ടിയാലും ആദ്യം അവൾക്കാണ് അറിയിക്കുക. ഏത് സമയത്തും അവളെ വാട്സപ്പിലായിരിക്കും നമ്മുടെ ഏറ്റവും അധികം ചാറ്റിംഗ് ഉണ്ടാകുക. ഇപ്പം നിങ്ങളെ വൈഫിൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കി, നിങ്ങൾ അതിലൊരു മെസ്സേജ് ഉണ്ടാവില്ല, ബാക്കി എല്ലായിടത്തും മെസ്സേജ് ഉണ്ടാവും. എന്താ അങ്ങനെ വരുന്നത്? നമ്മൾ ആ ബന്ധത്തെ അടിസ്ഥാനപരമായി കാത്തുകൊണ്ടില്ല. അത് ഒരിക്കലും പിരിയാൻ പറ്റാത്തൊരു ബന്ധമാണ്. ജീവിതത്തിലും ഉറക്കത്തിലും ഏത് സമയത്തും നമ്മൾ ഒന്നിച്ചു കൊണ്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾക്കത് വിജയിച്ചില്ലെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നു എന്ന് വെറുതെ പറയണം. നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീയും ഇല്ലാതാകുന്നിടത്തേക്ക് ആ ബന്ധത്തെ നമുക്ക് ശക്തമാക്കാൻ പറ്റണം. അതാണ് പറഞ്ഞത്, വിവാഹം പരാജയപ്പെട്ടാൽ നമ്മുടെ ആത്മീയമായ ജീവിതം, നമ്മുടെ പരലോകമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് തിരിച്ചു പിടിക്കണം. പിന്നെ സമാധാനം, സന്തോഷം എന്നുള്ളതും നമുക്ക് അവിടുന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് വിശദമായി പറയേണ്ട ഒരു ആമുഖം നിലക്ക് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ സാധ്യമാകും എന്നതാണ്. 3 കാര്യമുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങളും ഭാര്യയും ഒരു നല്ല നിലക്കല്ല പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ക്യാമ്പ് ഞങ്ങൾ ഉഷാറാവും. ഒന്നാമത്തെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? നമ്മൾ കൈ പിടിച്ചു കൊണ്ടുവന്ന ഒരാളാണ് നമ്മുടെ ഭാര്യ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളുള്ളിടത്തേക്ക് വന്ന്
നിങ്ങൾ ഏറ്റെടുത്ത ഒരാൾ എന്നുള്ള നിലക്ക് നിങ്ങൾ അവൾക്കൊരു പരിഗണന കൊടുക്കണം. അതാണ് എനിക്ക് ഒരു പരിഗണന കൊടുക്കണം. അതെന്താ പറയുക, നിങ്ങൾക്കൊരു ബാധ്യതയാണ്. അത് നമുക്കൊരു ബാധ്യതയാണ്. ഞാൻ പറയാം, ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ സ്ത്രീകളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്കൊരു മുന്നിൽ വേറൊരു വഴിയില്ല. അതാണ് നിങ്ങളുടെ ഭാര്യ. ഇപ്പം നമ്മളുടെ ഗുണം കൊണ്ടല്ല നിന്ന് പോകണം. ഓന് മുന്നിൽ വേറെ വഴിയില്ല. എന്താ വഴിയില്ല പറഞ്ഞാൽ, ഒരു കല്യാണം കഴിയാന്ന് പറഞ്ഞാൽ വാപ്പിമ്മ അത്ര പ്രതീക്ഷയിലാണ് പറഞ്ഞേക്കാം. അവിടെ അത് പരാജയപ്പെട്ടു എന്നുള്ള വിവരം ഒരിക്കലും വാപ്പനോടും പറയാൻ പറ്റില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ അതവർ സഹിക്കും. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയാനുള്ളത് ഭർത്താവിനോടാണ്. അയാളത് കേൾക്കാനും കൂടെ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സഹിച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ സ്ത്രീകളുണ്ട്, ഒരിക്കലും ജീവിതം ആസ്വദിക്കാതെയും അനുഭവിക്കാതെയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നാമതൊരു ബാധ്യത എന്ന് ആലോചിക്കണം. ഞാൻ പറയാം, നിങ്ങളെ ഭാര്യയ്ക്ക് ഒരു ലൈഫ് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. ഒരു സംശയമുണ്ട്. അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ട് ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. യാതൊരു സംശയത്തിൽ വേണ്ട. അത് നമ്മൾ മറുപടി പറയേണ്ടി വരും. നമ്മൾ നല്ലവനാണോ മോശപ്പെട്ട ആളാണെന്നൊക്കെ വിലയിരുത്തുന്നതും നമ്മുടെ പരലോകത്തെ വിലയിരുത്തലുകളിലും പ്രധാനം നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റം തന്നെയാണ്. അവിടെ നമുക്ക് മാന്യനാവാനും ഒരു ദീനുള്ളവനാവാനും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തൊരാളാണ്. ആണെന്ന് ഇപ്പോൾ നാട്ടുകാരോ അല്ലെങ്കിൽ സ്വാഗതം പറയുന്ന ആളോ അധ്യക്ഷം വഹിക്കുന്ന ആളോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സാക്ഷി പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, നമ്മുടെ ഭാര്യയ്ക്ക് അഭിപ്രായം വേണം നമ്മൾ നല്ലൊരാളാണ്. എല്ലാം മനസ്സിലാക്കാനും അറിയാനും നമ്മുടെ സ്വഭാവം എന്താണ്, പെരുമാറ്റം എന്താണ്, ദയുണ്ടോ, സ്നേഹമുണ്ടോ, കരുണുണ്ടോ, ഇഷ്ടമുണ്ടോ, എല്ലാം മനസ്സിലാക്കാൻ അതിൽ പറ്റും. അപ്പോൾ ഒരു ബാധ്യതയാണ്. വെറുതെ നിങ്ങളായ ഒരു പെണ്ണിനെ വഴിയാധാരമാക്കരുത്. അതാണ് എനിക്കിവിടെ പറയുന്നത്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ഇത് നമുക്ക് ചെയ്യാൻ തോന്നണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, സ്നേഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അടുത്ത് ഇടപഴകാൻ സമയം വേണം. നിങ്ങളെല്ലാവരും ഭാര്യമാരുടെ കൂടെ ആവും. അപ്പോൾ പലപ്പോഴും പറയും എനിക്കൊരു ഒഴിവില്ല, തിരക്കാണ്. ഞാൻ പറഞ്ഞു, എല്ലാ സമയത്തും നമ്മൾ വൈഫിൻ്റെ കൂടെയാണ്. 24 മണിക്കൂർ. രാത്രി എന്തായാലും നമ്മൾ അവരെ കൂടെയാണല്ലോ അല്ലേ. രാത്രി എന്തായാലും ഉറങ്ങണത് ഒരു കട്ടിലും വേണം. അപ്പോൾ കൂടെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ പകലുള്ളൊരു ടൈമല്ലേ, ഈ ടൈമിൽ എപ്പോഴും എന്താ അറിയോ, നമ്മുടെ അവരുടെ അവർ എപ്പോഴും നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. എല്ലാ സമയത്തും വെറുതെ ഭക്ഷണം കഴിച്ചോ, എന്തായി, കുട്ടികൾ സ്കൂളിൽ പോയോ, നമ്മൾ ഓരോ കാര്യവും ചോദിക്കുന്നതിന് മറുപടി വേണം. ഇപ്പം ഈ ഫോൺ ഭയങ്കര സംവിധാനമല്ലേ. ഇപ്പോൾ ഈ ഗൾഫിലോ ഒക്കെ പോകുന്ന ആളുകൾക്കും ഒക്കെ പറ്റും. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊരു ടൂറോ അല്ലെങ്കിൽ എന്തൊരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നീ വൈഫിൻ്റെ വാട്സപ്പ് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഫോട്ടോ എടുക്കണതൊക്കെ വൈഫിൻ്റെ വാട്സപ്പിൽ എടുക്കുക. ഫോട്ടോ എടുക്കണതൊക്കെ വൈഫിൻ്റെ വാട്സപ്പിൽ എടുക്കുക. അതിൽ ക്യാമറ ഇട്ടുമല്ലോ. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത പോലെ അവർക്ക് തോന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ. അതൊരു വ്യക്തിക്കുള്ള കൺസിഡറേഷനാണ്. അതിനൊക്കെ എത്ര വില ഉണ്ട് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണ പോലെയല്ല. നമ്മൾ ഈ ബന്ധങ്ങളിൽ അത്രമാത്രം സർവ്വസമയവും നമ്മൾ അവരെ കൂടെ ആവണം. മനസ്സിലായി? ഈ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ഈ സ്ത്രീകളെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വശീകരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സ്ത്രീകളെ എന്ത് ചെയ്യാണ്, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവരുടെ ശബ്ദത്തെക്കുറിച്ചും അവരുടെ മുഖത്തെക്കുറിച്ചും അവരുടെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും അവരെയൊക്കെ എന്ത് ചെയ്യുക, വശീകരിച്ചെടുക്കുക. പക്ഷെ സ്വാഭാവികമായും എന്തെങ്കിലും ഒരു അപ്രിയേഷൻ, എന്തെങ്കിലും ഒരു പുകഴ്ത്തൽ, ഒരു നല്ല വാക്ക് നമ്മൾ നമ്മുടെ ഭാര്യയോട് പറയാറുണ്ടോ എന്ന് ആലോചിച്ചൊക്കെ. നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വൈഫിനോട് എപ്പോഴും തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഞാൻ പറയണമെങ്കിൽ തികച്ചും സെക്ഷുവലായിട്ടുള്ള തമാശ. വേറുള്ളവർ കേൾക്കണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ശരിക്കും ആ പറയുന്നവർക്കൊരു ആസ്വാദനമുണ്ട്, നമുക്ക് ആ പറയുന്നതിലൊരു ആസ്വാദനമുണ്ട്, കേൾക്കുന്നവർക്കൊരു ആസ്വാദനമുണ്ട്. അത് നമ്മുടെ ബന്ധങ്ങളെ അത്രമാത്രം ശക്തമാക്കി എടുക്കും. ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്ന എൻ്റെ ഒരു ആശയങ്ങളല്ല, മറിച്ച് ഇതൊക്കെ ശരിക്കും പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്ന സംഗതികളായിട്ടാണ്. നമുക്ക് തന്നെ പലപ്പോഴും പല പരാമർശങ്ങളും വായിക്കുമ്പോൾ തോന്നും അത്രമാത്രം ബന്ധം ആ വിഷയത്തിൽ അവരെന്തായിരുന്നു കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്പോൾ എല്ലാ സമയത്തും സ്നേഹം നിലനിൽക്കാൻ പരമാവധി സമയം അവരോടൊപ്പം ആകുക. അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. ഒന്നാമത്തെ എനിക്ക് ഓർമ്മ ഉണ്ടാവും, ഇത് ഞാൻ കൊടുന്നാക്കിയതാണ്, ഇതിൻ്റെ കടമയും ഉത്തരവാദിത്വം എനിക്കാണ്. രണ്ടാമത്തത് സ്നേഹമാണ്. രണ്ടാമത്തത് എന്താണ്? സ്നേഹം. മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്തെന്താ അറിയൂ, ഒരിക്കലും നിങ്ങളുടെ ഭാര്യയ്ക്ക്
അവളുടെ മനസ്സിൽ ഒരു കാര്യം നിങ്ങൾ അറിയാതെ കൊണ്ട് നടക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങളോട് പറയാൻ മടിക്കുന്ന, ഭയപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടാത്ത ഒരു കാര്യം ഭാര്യൻ്റെ മനസ്സിൽ കിടക്കാൻ പറ്റില്ല, നിങ്ങളുടെ മനസ്സിൽ കിടക്കാൻ പറ്റില്ല. കാരണം അവൾക്ക് എന്തും നിങ്ങളോട് പറയാം, നിങ്ങളോട് എങ്ങനെയും പെരുമാറാം. അങ്ങനത്തെ ഒരു പച്ചയായി അവളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കും, എത്ര സമയമാണ് പലപ്പോഴും ഈ വിഷമങ്ങളൊക്കെ പറയുന്ന സ്ത്രീകൾ സംസാരിക്കും. നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തിയാൽ പോലും അവർ സംസാരിക്കും. കാരണം അവർക്ക് പറയാനുള്ളത് 10-20 കൊല്ലത്തെ ദാമ്പത്യത്തിൽ പറയാനുള്ളത് ഇതുവരെ അയാൾ കേട്ടിട്ടില്ല എന്നുള്ളത്. കേൾക്കണം നമ്മൾ. ഇപ്പോൾ ഒരു ദാമ്പത്യ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളിങ്ങനെ ഒരു കൗൺസിലറെ അടുത്ത് പോകും, ഒരു മൂന്നാമത്തെ ഒരാൾ വേണമെന്നൊന്നുമില്ല. വെറുതെ ഞാൻ നിങ്ങൾ വൈഫിനോട് ചോദിച്ചാൽ മതി, ഞാൻ എന്തും കേൾക്കാൻ റെഡിയാണ്, അനക്ക് ഇന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് നീ പറഞ്ഞോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തെൻ്റെ കുറ്റം, എന്തെൻ്റെ തകരാറ്, നീ ആഗ്രഹിച്ചത് എന്താണ്, എൻ്റെ ഇത് കിട്ടാത്തത് നീ പറഞ്ഞോ, അവൾ തിരിച്ചും പറഞ്ഞാൽ മതി. അങ്ങനെ തുറന്നൊന്ന് പറയാൻ അവസരം കൊടുത്താൽ പോലും ആ സ്നേഹത്തെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ശാരീരിക ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് ഊഷ്മളമായ ഒരു മാനസിക ബന്ധത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നിരന്തരമായി മാനസികമായ സംസാരങ്ങളോ ബന്ധങ്ങളോ ഒന്നുമില്ല, പക്ഷേ നിരന്തരമായി അവർ ശാരീരിക ബന്ധങ്ങൾ നടക്കും. അങ്ങനത്തെ സ്ത്രീകൾ ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കൂല. നമുക്ക് മനസ്സിലാകും, എനിക്കറിയില്ല. നിങ്ങൾ ഇവിടെയായിട്ടൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒരു വർത്താനം ഇല്ല, ഒരു കൂട്ടിപ്പിടുത്തമല്ല, ഒന്നുമില്ല. പക്ഷെ എന്തുണ്ട്, എല്ലാ ദിവസങ്ങളും എന്ത് പറഞ്ഞ പോലെ എന്തും ശാരീരിക ബന്ധങ്ങൾ നടക്കും. അപ്പോൾ ഇവിടെ എന്താ പറയാറ്, ഇയാൾ ഏതോ പോൺ സൈറ്റിൽ പോയി കണ്ട് ഓരോ പെണ്ണുങ്ങളെ കണ്ട് അങ്ങാടി കൂടി കണ്ട് വന്നിട്ട് അത് മനസ്സിലും വെച്ചിട്ട് നിർവഹിക്കുകയാണെന്ന് എല്ലാ സ്ത്രീകളും പറയുള്ളൂ. അതുകൊണ്ട് സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു 5, 4 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീരുന്നൊരു കാര്യമില്ല. അത് ഊഷ്മളമായ ഒരു സ്നേഹബന്ധത്തിൽ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രം. അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളെ ഒരിക്കലും നിങ്ങളെ ഭാര്യ വിശ്വസിക്കൂല. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം. അവള് തീർച്ചയായും മനസ്സിലാക്കണം എന്താന്ന് വെച്ചാൽ, ഇയാൾ അങ്ങാടിക്ക് നോക്കുമ്പോൾ 4 നോക്കി നടക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും പോൺ സൈറ്റ് കയറും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അശ്ലീലങ്ങൾ കാണും, എന്നിട്ട് അത് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വെച്ച് നിർവഹിക്കും എന്ന് മാത്രമേ നിങ്ങളെക്കുറിച്ച് വിചാരിക്കൂ. അതുകൊണ്ട് ഊഷ്മളമായ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ മാത്രമേ പരസ്പരമുള്ള വിശ്വാസവും ബഹുമാനവും നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവും, നമ്മളെ ഈ ഒരു നല്ല ദാമ്പത്യത്തെ തകരാറാക്കുന്ന ഏറ്റവും വലിയ വിഷയം തരും നമ്മൾ തമ്മിലുള്ള ചർച്ചകളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വാദപ്രതിവാദം നടക്കൽ എല്ലാ സമയവും. സാധാരണ എല്ലാവരും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ പൊതുവെ എന്താണ് സംവാദങ്ങളാണ് നടക്കുക. അപ്പോൾ ഒരു ദിവസം തന്നെ വേണമെങ്കിൽ ഒരു 8-10 സംവാദങ്ങളൊക്കെ നടക്കും. എന്ത് ചെയ്യും, കുട്ടിൻ്റെ കാര്യത്തിലൊരു സംവാദം, ഉമ്മാൻ്റെ കാര്യത്തിലൊരു സംവാദം, മനസ്സിലായില്ലേ, നമ്മളെ മറ്റു കാര്യങ്ങൾ, ജോലിൻ്റെ കാര്യത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ. ഞാൻ പറഞ്ഞത് ഈ അവസ്ഥയാണ് നമ്മൾ ഒഴിവാക്കിയെടുക്കേണ്ടത്. ഈ സംസാരം എന്താ വെച്ചാൽ, നമുക്ക് ആരോട് സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങൾ ഒരു ബന്ധം ബിൽഡ് ചെയ്യുന്നുണ്ട്, സ്നേഹം ഉണ്ടാവുന്നു. പക്ഷെ ഭാര്യനോട് മാത്രം സംസാരിക്കുമ്പോൾ ഉള്ള എല്ലാ ബന്ധവും ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ, നന്നായിട്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. അതിന് ഏറ്റവും പ്രധാന കാര്യങ്ങൾ, നമ്മളിൽ പ്രശ്നങ്ങളുള്ള വിഷയങ്ങളെ നമ്മൾ സംസാരിക്കരുത്. ആ പ്രശ്നങ്ങളെ വേഗത്തിൽ പരിഹരിച്ചേക്കണം, പെട്ടെന്ന് പരിഹരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഉമ്മയും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ട്, അത് നിങ്ങൾ പരിഹരിക്കണം. അത് പരിഹരിച്ചില്ലെങ്കിൽ എന്താ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ മുഴുവൻ ആ വർത്തനാണ് പറയാം. അത് പറഞ്ഞാൽ എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ തർക്കത്തിലാവും, പ്രശ്നത്തിലാവും. നിങ്ങളെ ബന്ധം നിങ്ങൾക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ്റെ ഒരു സമാധാനം, സന്തോഷം കിട്ടില്ല. അപ്പോൾ അതെങ്ങനെ സെറ്റിൽ ചെയ്യാൻ ഒരു പ്രശ്നമല്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ മനസ്സിലാക്കാം, ഭാര്യയെ ഒരു കാലത്തും ഉമ്മ ഉൾക്കൊള്ളില്ല, ഉമ്മയെ ഒരു കാലത്തും ഭാര്യ ഉൾക്കൊള്ളൂല. നമ്മളത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടങ്കേറായിട്ടാണ് പ്രശ്നം. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരിക്കലും ഉൾക്കൊള്ളില്ല. എന്നെങ്കിലും അത് ഉൾക്കൊള്ളുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ എന്താണ് അറിയങ്ങൾ, അത് വീട്ടിൽ ഇവളിങ്ങനെ ഉണ്ടായി എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ ഇവളോട് കുറച്ചൊന്ന് നല്ലോണം നിൽക്കുകയാണ് നല്ലത് എന്നുള്ളത് ചില ബുദ്ധിയുള്ളമാർക്ക് തോന്നും. അപ്പോൾ ഓരെന്ത് ചെയ്യും, കുറച്ച് നല്ലോണം നിൽക്കും. അത് നമ്മളൊരു സെയിൽസ്മാനോട് അവിടുത്തെ ബോസ് കാണിക്കണ ഒരു കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു പരിപാടി മാത്രം. പിന്നെ തിരിച്ചും ഞാൻ പറഞ്ഞുതരാം, ഈ ഉമ്മനെ നല്ല നിലക്ക് കൊണ്ടുനടന്നാൽ ഇദ്ദേഹത്തെയും എനിക്ക് കിട്ടും, ഇവിടെ എനിക്ക് സമാധാനമായി നിന്ന് പോകാനും ചെയ്യും. നിലക്ക് എന്ത് ചെയ്യും, തൽക്കാലം ഉമ്മൻ്റെ ഒരു പ്രശ്നവും മനസ്സിലാക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് ഭാര്യ പോകും.
ഇതിനുള്ള ബുദ്ധി രണ്ടാൾക്കും ഉണ്ടാകുന്ന കാലം വരെ എന്ത് ചെയ്യില്ല, സമാധാനം. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഇവർ തമ്മിൽ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണൊരിക്കലും മറ്റൊരു പെണ്ണിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ഇതുവരെ ഉമ്മ വളരെ സ്നേഹത്തിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ വൈഫിനുമായി എന്ത് ബന്ധം പുലർത്തിയാലും അത് ഉമ്മനെ അവഗണിക്കുന്നതായിട്ടേ ഉമ്മക്ക് തോന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ചോദിക്കുന്നത് ഉമ്മക്ക്. അതിപ്പോൾ നിങ്ങൾ വൈഫിനോട് ഒരു ചായ ഉണ്ടായി കാരണം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉമ്മനോടാ പറഞ്ഞിരുന്നത്, അതുകൊണ്ട് ഉമ്മയെ അവോയ്ഡ് ചെയ്യുന്നു എന്ന ഫീലിംഗ് ആണ് ഉമ്മക്ക് ഉണ്ടാവുക. അത് ഉണ്ടാവും. എന്തും നിങ്ങൾ വൈഫിനോട് എന്ത് പറഞ്ഞാലും അങ്ങനെയാണ്. ഞാൻ പോവുകയാണെങ്കിൽ വായിലൊന്നും അടക്കട്ടെ പറഞ്ഞാൽ ഉമ്മ വെറുതെ ഇടങ്ങേറായി വരണ്ട വെച്ചാൽ നമ്മൾ പറയണത്. അപ്പോൾ വായിലടക്കാൻ എനിക്ക് അവൾ വേണമല്ലേ. ഇതുവരെ ആരെ വായിലടച്ചിരുന്നു? നമ്മളിതൊന്നും മനസ്സിലാക്കൂല. നിന്റെ ഭാര്യയല്ലേ, എനിക്ക് എങ്ങനെ പെരുമാറിക്കൂടെ, എൻ്റെ ഉമ്മയല്ലേ. അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന അപൂർവ ഉമ്മാരുണ്ടാവും കേട്ടോ. അത് നമ്മൾ ഒരു റെയർ കേസായിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ഉമ്മ ഭാര്യ അപ്പം എന്താ വെച്ചാൽ രണ്ടാളും നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. പക്ഷേ അത് രണ്ടാളും അറിയേണ്ട എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. രണ്ടാൾക്കും മനസ്സിലായി. അപ്പോൾ ഭാര്യ വിചാരിക്കണം എന്താ വെച്ചാൽ ഇയാൾക്ക് ഉമ്മനോട് ഒരു താല്പര്യമില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നോട് തന്നെ താല്പര്യം, ഇന്നോടാണ് ഇഷ്ടം, ഫുൾ ടൈം എൻ്റെ കാര്യത്തിലാണെന്ന് വൈഫിന് തോന്നണം. ഉമ്മക്ക് അതേ പെണ്ണിട്ടിരും ഓനും വൈഫൊക്കെ ഉണ്ടെങ്കിലും ഓൻ എന്ത് കാര്യത്തിനും ഞാൻ വേണം എന്നൊരു ഫീലിംഗ് ഉമ്മക്ക് ഒരിക്കലും. അത് ഈസിയാണ്, അത് വളരെ ഈസിയായ കാര്യമാണ്. ഒരു പ്രശ്നം അതിനില്ല. മനസ്സിലായി? അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വൈഫിനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എന്താ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കുക വെച്ചാൽ എൻ്റെ ഉമ്മൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അതൊന്നും പറയരുത്. വൈഫ് എന്തുമ്മനെ പറ്റി പറഞ്ഞാലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടോളുള്ളൂ. ഒരു മറുപടി പറയാം, ഒരിക്കലും അതിനൊരു മറുപടി പോലും പറയാൻ പാടില്ല കേട്ടോ. ഉമ്മ അങ്ങനെ ആയി തീർന്നതിലുള്ള ഒരു വിഷമം നിങ്ങളെ മുഖത്തുണ്ടായാൽ മാത്രം മതി. ഉമ്മ ഇങ്ങനെയൊക്കെ ആയി തീർന്നതിലുള്ളൊരു സങ്കടം ഉണ്ടാവും, അത് മാത്രം മുഖത്തുണ്ടായാൽ മതി. ഒന്നും പറയരുത്. മനസ്സിലായി? എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ എന്ത് ചെയ്യണം, കേട്ടോളണം. കാരണം വൈഫ് പറയണത് എന്തിനാ? നിങ്ങൾ ഉമ്മാനെ പോയി രണ്ട് കൊടുക്കാനല്ല പറയണത്. വൈഫിന് വിഷമം വരുമ്പോൾ പറയാനുള്ള ആൾ നിലക്ക് പറയണം. അതുകൊണ്ട് നിങ്ങളത് കേൾക്കണം. കേൾക്കണില്ലെങ്കിൽ എന്താണ്, എനിക്ക് വിഷമം പറയാൻ ആരുമില്ല എന്ന മാനസിക പ്രയാസത്തിലാണ് അവർ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളത് കേട്ടാൽ മതി, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ വൈഫിനെയും ഉമ്മനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകല്ലാതെ അത് പരിഹരിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. പിന്നെ വൈഫ് ഇവിടെ ആവശ്യമുണ്ട്, നിലനിന്ന് പോകണം എന്ന് ഉമ്മക്കൊരു ആവശ്യമായി വന്നാൽ ഉമ്മ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അതിന് നല്ലതെന്താ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരോടൊക്കെ ഞാൻ പറയും നിങ്ങളെല്ലാം അങ്ങനെ ചെയ്ത് കേട്ടോ. കുടുങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇവളെ കൊണ്ട് ഞാൻ ഇടങ്ങേറായി, ഒരു നിലക്ക് ഇവിടെ പറ്റൂല, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് എനിക്കുള്ളത്, ഞാൻ എന്താണ് ഇവിടെ കൊണ്ട് ചെയ്യാം എന്നൊക്കെ ഉമ്മ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വളരെ അതാ ഫുൾ ഫീലിങ്ങിൽ നമ്മൾ എടുത്തിട്ട് ഉമ്മനോട് പറയാം, അങ്ങനെയാണെങ്കിലേ ഓൾ ഒരു കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് പോയി നിൽക്കട്ടെ, എന്നിട്ടൊന്ന് പഠിച്ച് വരട്ടെ എന്ന് പറയാം കേട്ടോ. വൈഫിനോട് സ്വകാര്യമായിട്ട് പറയാം, എനിക്ക് ശരിക്കും വീട്ടിലൊന്ന് സമാധാനത്തിൽ നിൽക്കാൻ ഒരു 2 മാസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്, ഇത് വണ്ടിമ കയറുന്നവരോടും പറയാം. മനസ്സിലായില്ലേ? അപ്പം എന്ത് വെച്ചാൽ ഒരു പേടിയും പേടിക്കണ്ട, ഇജ് അവിടെ പോയി നിന്നോ, ഇവിടുത്തേക്കാളും ഞാൻ അവിടെ ഉണ്ടാവും, ഈ സമാധാനം നിൽക്കുക. എന്ത് ചെയ്യാം? അപ്പം ഉമ്മ എന്ത് ചെയ്യും? ഉമ്മക്ക് 3 ദിവസം കഴിയൂല. 3 ദിവസം ഉമ്മ അടുക്കളയിൽ കയറുമ്പോഴേക്കും ഉമ്മക്ക് മനസ്സിലാവും. അപ്പം ഉമ്മ പറയും എന്തേലും എങ്ങനെയും ഓളെ കൊണ്ടുവരാറ്, അപ്പം ആയിക്കോട്ടെ കൊണ്ടുവരാറ് പോവുക. ഉമ്മ ഒരു നിലക്കോള് പോരുന്നില്ല ആരെ, സത്യസന്ധമായിട്ടുണ്ടോ, ഇതിലൊന്നും കളവില്ല ഉണ്ടാ, ഒക്കെ പോരാ ഇഷ്ടമില്ല, എന്താ ചെയ്യാ വയ്ക്കുക. 2, 3, 4 ആഴ്ചക്ക് ഉമ്മ പറയും. അവസാനം അമ്മ പറയും, ഇവളെ കൊണ്ടുവരുന്ന അവളെ പ്രശ്നം, ഓളെന്താ വരാത്തെന്ന് വെച്ചു. ഓളെന്താ വരാത്ത എനിക്കറിയില്ല, ഓൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയണത്. ഓളെ കൊണ്ടുപോയിട്ട് വേറെ ലോഡ്ജ് എടുക്കലും വീടെടുക്കലും നിന്നെ കൂടെ കഴിയൂല. ഓൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ഓക്കുള്ള ചിലവ് വല്ലതും കൊടുക്കാന്നല്ല, അതൊന്നും പറ്റൂല. നമ്മൾക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ ഓക്കൊരു പ്രശ്നമില്ല, നമ്മുടെ സമ്മതത്തോടെ അവിടെ പോയി നിൽക്കണത് ഒക്കെ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ അവിടെ നിൽക്കാതെ നിൽക്കണം എന്തുകൊണ്ടാണ്? ന്യായാണ്. ഉമ്മൻ്റെ അടുത്ത് നിന്ന് പോകാൻ പറ്റൂല എന്നുള്ളൊരു വസ്തുത ഉണ്ട് അവിടെ, വസ്തുത ഉണ്ടല്ലോ. ആ വസ്തുത ഉണ്ടാകാൻ പാടുണ്ടോ? നമ്മളെ വീട്ടിൽ പെണ്ണ് വന്ന് നിൽക്കുമ്പോൾ മാന്യമായി നിർത്തേണ്ടത് ഉമ്മൻ്റെ കടമയല്ലേ. അപ്പം നമ്മൾ ഇതിനെ വെറുതെ ഇങ്ങനെ ടെൻഷനായി പിന്നെ ആത്മഹത്യ ചെയ്യാനൊക്കെ പോകണം എന്തിനാ? നമ്മൾ ന്യായമായൊരു തീരുമാനിച്ചു, അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റൂല, നമ്മളോളെ വീട്ടിൽ നിൽക്കട്ടെ. ഉമ്മക്ക് ഇവിടെ ഓളെ ആവശ്യമില്ലെങ്കിൽ ആവശ്യമാകുമ്പോൾ അമ്മ പറയട്ടെ, അമ്മ കൊണ്ടുവരാം. മനസ്സിലായി?
അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉമ്മക്ക് പറയും ഓള് വന്നോട്ടെ, പ്രശ്നമില്ല, ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ പറയാൻ പറയും. ഒന്നിൽ നന്നായിക്കോട്ടെ, ഒരാഴ്ച ഓള് വന്ന് നിന്നോട്ടെ, ഒരു മസലഹത്തും വേണ്ട, ഒരു കരാറും വേണ്ട, ഒരു കൗൺസിലറും വേണ്ട. ഓള് 2 ആഴ്ച വന്നു. ഇപ്പം ഞാൻ ഓളൊന്ന് നിർബന്ധം പറയാം, ഒരു 2 ആഴ്ച വന്ന് നിൽക്കാൻ. എന്നിട്ട് നമ്മളോട് പറയാം, ഈ ഒരു 2 ആഴ്ച വന്ന് നിന്ന് നോക്ക്. ആ 2 ആഴ്ച വന്ന് നിൽക്കുമ്പോൾ അമ്മ സൂപ്പറായിട്ടുണ്ടാവും. അതിന് നിങ്ങൾ ഏത് കൗൺസിലറെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊന്നും ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ പിന്നെ ഒരു കേസ്, ഒരു ഫാമിലി കേസ് കൈകാര്യം ചെയ്യുമ്പോൾ 2 പേരുടെയും വാപ്പനെയും ഇമ്മനെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കൂല. അത് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല, അത് 100% ദോഷമാണ്. അതെന്താണെന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അവിടെ ഒരിക്കലും സാധ്യമില്ല. അതുകൊണ്ട് ഉപ്പനെ ഉമ്മനെ ഉപദേശിച്ച് നന്നാക്കാന്ന് ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വൈഫിനെ ഉപദേശിച്ച് നന്നാക്കുക, ഉമ്മനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുക്കുക, ആ ക്ലാസ്സുകൾ മുഴുവനും നിങ്ങൾക്ക് എതിരായിട്ടായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് ക്ലാസ് ഒന്നും വേണ്ട. വല്ലാതെ കുടുങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. പക്ഷേ 2 പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു ഓള് പോകുമ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ പരമാവധി നിങ്ങൾ ഉമ്മാനെ സഹായിക്കണം. അവൾ പോകുമ്പോൾ അടുക്കളയിൽ കയറാനും പാത്രം കഴുകാനും ഒക്കെ. അത് നിങ്ങളിങ്ങനെ കഴുകി കാണുമ്പോഴായിരിക്കും ഉമ്മക്ക് സങ്കടം കൂടുക. നിങ്ങളിങ്ങനെ ഒഴിഞ്ഞടക്കരുത്. ആ ഉമ്മ ഓളില്ലല്ലോ, ഓളില്ലാത്തതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല, ഞാൻ തുടച്ചോളാം, ഞാൻ അലക്കിക്കോളാം, നിങ്ങളൊന്നും ചെയ്യേണ്ട എന്ത് പറഞ്ഞ് നമ്മൾ 2 ദിവസം അടുക്കളയിൽ സജീവമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉമ്മാക്ക് പറ്റും, ഇതൊരിക്കലും മുന്നോട്ട് പോകില്ല. ഇതൊക്കെ സാധാരണ സംഭവിക്കേണ്ട കാര്യമാണ്. ഇതാണ് നോർമലി ഉണ്ടാവേണ്ട കാര്യം. പക്ഷെ ഇതല്ല സംഭവിക്കണത്. സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കണം. ഈ പ്രശ്നം സെറ്റിൽ ചെയ്താൽ തരും. നിങ്ങൾ എപ്പോഴും ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചർച്ച ചെയ്താൽ നിങ്ങൾ തമ്മിൽ വല്ല സമാധാനത്തിൽ വർത്തമാനം പറയാൻ സമയം ഉണ്ടാവും. എപ്പോഴും സംവാദങ്ങളും പ്രശ്നങ്ങളും വയ്ക്കാനും. അപ്പോൾ എന്താണോ പ്രശ്നമുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്ത് പോകണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ എപ്പോഴും ഒന്ന് ഞാൻ ഈ പറഞ്ഞ ബാലൻസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം തരൂ, നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത വേണം. ഇനി അതില്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാർ നിങ്ങൾക്കൊരു വില കൽപ്പിക്കൂല. നിങ്ങളിങ്ങനെ തൽക്കാലം ഭാര്യ വീട്ടുകാരെ അല്ലെങ്കിൽ നിങ്ങളെ വാപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ ഔദാര്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു ഫാമിലി ലൈഫിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടൂല. നിങ്ങൾ എന്തായിരിക്കണം, ഇനി അതില്ലെങ്കിൽ പോലും നിങ്ങൾ അറിയിക്കരുത്. ഭയങ്കര സമ്പന്നനായിട്ട് ജീവിക്കണം. ഇല്ലെങ്കിലും നിങ്ങൾ ജോലിക്ക് പോയി അധ്വാനിച്ച് പരമാവധി കുടുംബത്തിന് വേണ്ടി സന്നദ്ധമാണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾക്ക് വൈഫിൻ്റെ അടുത്തൊരു ബഹുമാനം ഉണ്ടാവുള്ളൂ, ലീഡർഷിപ്പ്. അല്ലെങ്കിൽ കിട്ടൂല. എന്താ ഇവരൊന്നും പറ്റില്ല, ഏതൊരു സാധനം എന്ന നിലയ്ക്ക് നമ്മൾ കാണും, ഒരു വില ഉണ്ടാവില്ല നമുക്ക്. അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും, മനസ്സിലല്ലേ? നമ്മൾ വളരെ ഒരാണിൻ വബിമ അംഫഖു അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അംഫഖു മിൻ അംവാലിഹിം. പൈസ കൊണ്ട് മാത്രമേ നടക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെലവഴിക്കണം. എന്ന് പറഞ്ഞാൽ ദൂർത്തുന്നല്ല. നിനക്കും കുട്ടികൾക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഇന്ന് ആരോഗ്യവും പണം എൻ്റെ കയ്യിലുണ്ട് എന്ന് ഏത് പെണ്ണിനും ഏത് പുരുഷനെ കുറിച്ചും ചുരുങ്ങിയത് സന്നദ്ധത ഉണ്ടെന്നെങ്കിലും തോന്നണം. പൈസ വേണമെന്നില്ല, സന്നദ്ധത. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ള സന്നദ്ധത വേണം. അങ്ങനത്തതല്ലാത്ത ഒരു പുരുഷനും വില ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയും, അനുസരിക്കൂല, കേൾക്കൂല, നിങ്ങൾ വിളിച്ചാൽ മൈൻഡ് ചെയ്യൂല, നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ല. നമ്മൾ എല്ലാ നിലക്കും എന്ത് ചെയ്യണം, അവരെ നോക്കിക്കൊണ്ടുപോകാൻ കഴിയുന്ന ആളാണെന്ന് നമ്മൾ കാണിക്കണം. പിന്നെ മറ്റൊന്ന് പറയാം, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു തോന്നണം. നിങ്ങൾ സജീവ പ്രവർത്തകനാണല്ലേ, വിസ്ഡം യൂത്തിൻ്റെ ആളാണ്, അപ്പോൾ നിങ്ങൾ എന്നും മീറ്റിംഗ് ആണ്, ഇന്നെനിക്ക് സെക്രട്ടേറിയറ്റ് ആണ്, നാളെ എനിക്ക് എക്സിക്യൂട്ടീവാണ്, ഇന്ന് അവിടെ ഒരു പരിപാടി, എനിക്ക് അവിടെ എത്താതെക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? കാരണം ഞാനൊരു സജീവ ആളാണ്, ഇതൊക്കെ ഇപ്പോൾ അള്ളാഹ്ക്കും വേണ്ടി ഞാൻ ചെയ്യാണ്. ഒക്കെ ശരിയാണ് സുഹൃത്തുക്കളെ. വ ഇന്നലി സൗജിക അലൈക ഹഖ്ക, നിൻ്റെ ഭാര്യയോട് നിനക്കൊരു കടമുണ്ട്. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും നിങ്ങളുടെ വൈഫിനും കുട്ടികൾക്കും തോന്നേണ്ടത് എന്താ വെച്ചാൽ, ഞങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ ഞങ്ങളപ്പം ഉണ്ടാവുന്നതാണ്. ഞങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തോന്നൽ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പരിഹരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാ സമയത്തും ഒരു ഭർത്താവാണ്, ഒരു വാപ്പയാണ്. അതാണ് നമ്മുടെ പ്രധാന ജോലി. അതിൽ തടസ്സം വരാതെയാണ് നമ്മളെല്ലാ കാര്യവും നിർവഹിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ എത്ര ആളുണ്ട്? 6 ആളുണ്ട്. നിങ്ങളെ ഭാര്യയ്ക്ക് ഭർത്താവായിട്ട് എത്ര ആളുണ്ട്? ഒറ്റ ആളുണ്ട്. മനസ്സിലായില്ലേ? മറ്റേത് നമ്മൾ കൂട്ടായ ഒരു പ്രവൃത്തിയാണ്.
അതിൻ്റെ അർത്ഥം സെക്രട്ടേറിയറ്റിന് പോവാതെ എന്ത് ചെയ്യണം, എപ്പോഴും വൈഫിനായിട്ട് പോകണം എന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞത് വൈഫിന് മനസ്സിലാകേണ്ട ഒരു കാര്യമാണെന്ത്, എൻ്റെ ജീവിതത്തിനും എൻ്റെ മക്കളുടെ ജീവിതത്തിനും ഒരു പ്രാധാന്യം ഇയാൾക്കുണ്ട് എന്ന് എന്ത് ചെയ്യണം, ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോവുകയാണ്, നമ്മളെന്ത് വേണം, എന്നൊരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, നാളെ എന്തെങ്കിലും പോവാം, എനിക്ക് അവിടെ കുറച്ച് സമയം മീറ്റിംഗ് ഉണ്ടാവും, ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒന്ന് വിശ്രമിക്കുക, സൗകര്യം ചെയ്യുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ കൂടെ അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോരാം, അവർ കുറച്ച് നേരം അവിടെ എന്ത് ചെയ്തോളും, വിശ്രമിച്ചോളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു പ്രോഗ്രാമിൻ്റെ ദിവസം 2 ലക്ഷ്യം നടന്നു. ഒന്ന് കുടുംബത്തേറ്റ് ഒരു ഔട്ടിങ് നടന്നു, നമ്മുടെ പരിപാടി നടന്നു. നേരെ മറിച്ച് നമ്മൾ പറയാണ്, നാളെ എനിക്ക് എന്നെ നോക്കരുത്, നാളെ എനിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല, നാളെ എനിക്ക് പരിപാടിയാണ്, നാളെ എനിക്ക് മീറ്റിംഗ് ആണ്. എന്താ പ്രസ്താവന? അപ്പോൾ അത് കേൾക്കുന്നതോട് കൂടെ എന്താ വെച്ചാൽ മൂപ്പർക്ക് എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിന് കത്തിട്ട് പിന്നെ ഞങ്ങളാരും മൂപ്പരുടെ ജീവിതത്തിലൊരു വിഷയം തന്നെ അല്ലാതെ അങ്ങനെ ചിന്തിക്കും. കുടുംബത്തിൻ്റെ പ്രാധാന്യം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കാണും. എന്നാൽ അതോടൊപ്പം മറ്റു കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കുടുംബത്തിൽ വരാവുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ചില്ലെങ്കിൽ ആ സംവാദങ്ങളും വിവാദങ്ങളുമായി ജീവിതം എപ്പോഴും പ്രശ്നങ്ങളുമായിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അവസാനം ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങളുടെ കുടുംബജീവിതം പരാജയപ്പെടുന്നിടത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന പ്രാധാന്യം എനിക്കു നൽകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നൽകുന്നില്ല എന്നൊരു ഭാര്യയ്ക്ക് തോന്നിയാൽ പ്രശ്നം. നിങ്ങൾ പെങ്ങന്മാരെ കുട്ടികളെ കളിപ്പിക്കാനും അവർക്ക് കളിക്കോപ്പ് വാങ്ങിക്കൊടുക്കാനും അവരെ താലോലിക്കാനും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം നിങ്ങളെ മക്കളുടെ കാര്യത്തിൽ കാണിക്കണില്ലെങ്കിലോ നിങ്ങളെ വൈഫിന് നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവരെ പെങ്ങന്മാരെ കുട്ടിയൊക്കെ വാപ്പുണ്ടല്ലോ അല്ലേ, പെങ്ങന്മാരെ കുട്ടിയൊക്കെ വാപ്പുണ്ടല്ലോ, കുറച്ചൊക്കെ മൂപ്പർ നോക്കിക്കോട്ടെ കേട്ടോ, ബാക്കി നോക്കിയാൽ മതി. നമ്മൾ ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞാലും ബാക്കി പിന്നെ പെങ്ങന്മാരെ നോക്കണ്ടെന്നൊന്നും ഇതിന് അർത്ഥമല്ല കേട്ടോ, നോക്കണം. പക്ഷേ സ്വന്തം കുട്ടികൾക്കൊരു പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും സ്വന്തം ഭാര്യയ്ക്കൊരു പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും എന്ത് ചെയ്യണം, തോന്നണം. അതല്ലെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്ക് നമ്മുടേതായൊരു വിലയും സ്ഥാനവും മറ്റുള്ളവർ കൽപ്പിക്കാതെ പോകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 1-2 ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകുന്ന ആൻസർ പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് സംശയം നിങ്ങൾക്ക് വേണം. അതായത് ഒരിക്കലും ദാമ്പത്യം അത് ഇനി ശരിയാവില്ല എന്ന് പറയരുത്. അത് വിജയിച്ചില്ലയോ നമ്മുടെ പരലോകവും ഇഹലോകവും വിജയിക്കില്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ശരിക്കും എൻജോയ് ചെയ്ത് നമ്മളെ വൈഫിനെ നന്നായി ആസ്വദിച്ച് മുന്നോട്ട് പോവാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ പരിഹരിച്ചിട്ട് ഒരു നല്ല ദാമ്പത്യം നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. അതാണ് ഈ ലോകത്തെ സന്തോഷം, അതാണ് ഖുർറത്തു ആയിൻ, കൺകുളിർമ എന്ന് പറയുന്നത് ഭാര്യയും മക്കളുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അള്ളാഹു നമുക്ക് തന്ന ഒരു ദാനമാണ്, സമ്മാനമാണ്. ആ സമ്മാനം ശരിക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും ശ്രമിക്കുക. നമ്മുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മനസ്സമാധാനം നിലനിർത്താനും അള്ളാഹു വെച്ച ഒരു പ്രകൃതിപരമായ വലിയ സംവിധാനമാണ് ദാമ്പത്യം. അതിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാണ്.